Let us turn to Romans chapter 12. Romans chapter 12. Verses 1 and 2. Verses 1 and 2. Therefore, I urge you, brothers and sisters, in view of God's mercy, to offer your bodies as a living sacrifice, holy and pleasing to God. This is your true and proper worship. Do not conform to the pattern of this world, but be transformed by the renewing of your mind. Then you will be able to test and approve what God's will is, his good, pleasing, and perfect will. Amen. Praise the Lord. Verse 36 മുതൽ chapter 11 verse 36 മുതൽ നമ്മൾ വളരെ സമയങ്ങൾ ആ വാക്യത്തിന് വേണ്ടി ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് നമ്മൾ സ്പെൻഡ് ചെയ്തു. ആ ആദ്യത്തെ 11 ചാപ്റ്റേഴ്സ് എന്നുള്ളത് ദൈവം നമ്മളോട് കാണിച്ച ആ രക്ഷയെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. രക്ഷയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ചാപ്റ്റർ 12 വേഴ്സ് 1 the practical Christianity. Paul is explaining up to chapter 11 everything ദൈവമാണ് ചെയ്തത്. He did everything. But chapter 12 verse 1 through chapter 16, what is our responsibility? Responsibility towards God, responsibility towards ourselves, responsibility towards our co-believers, our government, responsibility towards our expectation of our Lord's coming. Everything within that 5 chapters Paul is explaining. എന്ന് പറഞ്ഞാൽ 11-ാം അധ്യായം വരെ ആ ദൈവശാസ്ത്രം മാത്രം പറഞ്ഞിട്ട് 12-ാം അധ്യായത്തിന്റെ ആരംഭം മുതൽ 13, 14, 15, 16 അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം ദൈവത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ്, നമ്മോടുള്ള ബന്ധത്തിൽ നമ്മുടെ സ്പിരിച്വാലിറ്റി എങ്ങനെയാണ്, നമ്മുടെ അടുത്തിരിക്കുന്ന ഒരപ്പത്തിൽ നിന്ന് മുറിക്കുന്ന സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ എൻ്റെ ജീവിതം എങ്ങനെയാണ്, ഗവൺമെന്റിനോട് എൻ്റെ ജീവിതം എങ്ങനെ ആയിരിക്കണം, കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഞാൻ എങ്ങനെ ആയിരിക്കണം, ഏത് ജാതിയാണെങ്കിലും 14-ാം അധ്യായത്തിനകത്ത് ജൂ ഓർ ജെന്റൈൽ എൻ്റെ ക്യാരക്ടർ എങ്ങനെ ആയിരിക്കണം, 15-ാം അധ്യായത്തിനകത്ത് പോൾ ഈസ് praying, let thy will be done in my life. That should be our prayer. Everything from 12 to 16 is practical Christianity. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കുറച്ച് ടേം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ദിസ് ഈസ് ഷൂ ലെതർ ക്രിസ്ത്യാനിറ്റി. അതൊക്കെ യാക്കോബിന്റെ ലേഖനത്തിന് കൊടുത്തേക്കുന്ന ഒരു നിക്നെയിമാണ്. എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലിലേക്ക് പോവുകയാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ 11-ാം അധ്യായം വരെ നമുക്കെല്ലാം കേൾക്കുമ്പം ദൈവത്തിന് സ്തോത്രം പറയാമെങ്കിൽ 12-ാം അധ്യായത്തിൽ വി ഹാവ് ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി. അതാണ് ക്രിസ്ത്യാനിറ്റി. ഞാൻ ഒരു ദൈവാസം പറഞ്ഞൊരു വാചകമുണ്ട്. ഇതിന് ഈ ചാപ്റ്റർ 12 വേഴ്സ് 1-നകത്ത് സബ്മിറ്റിംഗ് അവർ ലൈഫ് to God on his altar as a living and holy sacrifice. Never miss that word, living and holy sacrifice. അല്ലെങ്കിൽ ഉണ്ടല്ലോ, God is never going to please. ഒരിക്കലും ദൈവം പ്രസാദിക്കുകയില്ല. നമ്മുടെ ആഴ്ചയിലെ ജീവിതം ദൈവത്തിന് പ്രസാദം അല്ലെങ്കിൽ ഞായറാഴ്ച നമ്മൾ എന്ത് കാണിച്ചാലും ദൈവത്തിന് പ്രസാദമല്ല. മനസ്സിലാവുന്നോ? മറ്റൊരു നിലയിൽ പറഞ്ഞാൽ ഒരാഴ്ചയിലെ ജീവിതം, the whole week, if we are pleasing to God, surely God will please our Sunday gathering and praising God and hearing the word. If we are not pleasing God the entire weekdays of our secular life, then God will never please our Sunday gathering. Never misunderstood this. എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തയിൽ എന്ത് കാണിച്ചാലും ഞായറാഴ്ച ഹല്ലേലൂയ പറഞ്ഞ ദൈവം പ്രസാദിക്കുമെന്നാണ്. നോ. കർത്താവിന് സൺഡേ എന്നും മൺഡേ എന്നും 24 hours ഒന്നുമില്ല. സമയത്തിന്റെ മുകളിൽ നിൽക്കുന്ന ദൈവത്തിന് എല്ലാം പ്രസന്റ് ആണ്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ആ യാഗം, വർഷിപ്പ് എന്നതുകൊണ്ട് തിരുവെഴുത്ത് അർത്ഥമാക്കുന്നത്. ഞാൻ അതിനെപ്പറ്റി
ചാപ്റ്റർ 12 പറഞ്ഞ കാര്യം എനിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ I don't get time to explain that 4 point. I am not going to repeat again chapter 12 verse 1. I just remind you what are things I share with you. The first one is the word therefore. There is a tiny bridge connecting from doctrine to practical. I hope you all are remembering that. Therefore എന്നുള്ള വാക്ക് അതുകൊണ്ട് ഏതുകൊണ്ടെന്ന് പറഞ്ഞാൽ ആ തിയറി മുഴുവൻ പറഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് ബന്ധിപ്പിക്കുന്ന 2 രാജ്യങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ടൈനി ബ്രിഡ്ജ് പോലെ therefore. Praise the Lord. എന്നിട്ട് the second word we discussed the motivating factor. What was the motivation? What is the motivation of chapter 12 verse 1? The motivation, Paul is summarizing all the doctrines which he explained the first 11 chapters in one word that is called the mercies of the Lord. ആദ്യത്തെ 11 അധ്യായത്തിൽ പറഞ്ഞു വന്ന സകല കാര്യവും ഒറ്റ വാക്കിനകത്ത് പോൾ സമ്മറൈസ് ചെയ്തേക്കുകയാണ് mercies. അതല്ലേ വാക്യം കിടക്കുന്നേ? അങ്ങനെങ്കിൽ that mercies of the Lord should motivate you and me to live a living and holy sacrifice on the altar of God. That should be the motivation. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഞായറാഴ്ച കൂടുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കൂടുമ്പോൾ എന്നെ സ്തോത്രം പറയിപ്പിക്കാനും എന്നെ ആത്മാവിൽ കർത്താവിനെ മഹത്വപ്പെടുത്താനും എന്നെ മോട്ടിവേറ്റ് ചെയ്യേണ്ട ഫാക്ടർ എന്താണെന്നറിയാമോ? ദ മേഴ്സീസ് ഓഫ് ദ ലോർഡ്. കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ദൈവത്തിന്റെ കരുണ നമ്മൾ അനുഭവിച്ചവരാണ്. ഏറ്റവും വലിയ കരുണ എന്നാണെന്നറിയാമോ? എന്നെ രക്ഷയിൽ നിർത്തുവാൻ അവിടുന്ന് എന്നെ വലങ്കരത്തിന് പിടിച്ചിരിക്കുന്നു. അതാണ് ഏറ്റവും വലിയ കരുണ. ഇതാണ് മേഴ്സീസ് ഓഫ് ദ ലോർഡ്. ഏറ്റവും ഒടുവിൽ ഒരു ഭക്തൻ പറയുന്ന വാക്യമാണ് യൂദായുടെ ലേഖനം അവസാന വാക്യം, അവിടുന്ന് എന്നെ വീഴാതെ വണ്ണം സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ നിർത്തുന്ന ഒരു ദൈവം. ദൈവത്തിന് സ്തോത്രം. എവ്രിതിങ് Paul is summarizing with one word. That is our motivating factor. The word is mercies of the Lord. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? എനിക്ക് ഈ 2 ഭാഷയുടെ പറയാൻ ഒത്തിരി പ്രയാസമാണ്. ഐ നീഡ് യുവർ പ്രേയേഴ്സ്. കർത്താവിന് സ്തോത്രം. അങ്ങനെങ്കിൽ 3-ാമത്തെ വാക്ക് അവിടെ തന്നെ നമ്മൾ ചിന്തിച്ചിരുന്നു, പ്രസന്റേഷൻ. എന്താ പ്രസന്റേഷൻ? ആ വാക്കിലേക്ക് തന്നെ നോക്കിയേ. നമ്മുടെ ശരീരങ്ങളെ ഓഫർ, പ്രസന്റ് അവർ ബോഡീസ്. ദ വേർഡ് ബോഡീസ്, that is a metaphorical language. The bodies means the entirety of our life. The total being എന്ന് പറഞ്ഞാൽ our thought, our ears, our hands, our leg, our speak, everything in that particular word body. Present before the altar of God as a living sacrifice. ഓൾഡ് ടെസ്റ്റമെന്റിൽ മൃഗത്തെ കൊല്ലുകയായിരുന്നു. അതുകൊണ്ട് കൊന്ന മൃഗം എങ്ങോട്ടും എഴുന്നേറ്റ് എന്ത് ചെയ്യല പോകല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്ക് യോഗത്തിന് കാണാത്തതും ഇടയ്ക്ക് കർത്താവുമായിട്ട് ബന്ധമില്ലാത്തതിന് കാര്യം എന്നാണെന്നറിയാമോ? വില്ലിംഗ്ലി ലിവിങ് സാക്രിഫൈസ് ആക്കേണ്ടത് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റൊക്കെ എന്ത് ചെയ്യുന്നത്. I hope you understood what I mean. Living. അടുത്തൊരു വാക്ക് holy, set apart sacrifice. Set apart sacrifice. അവിടെ കൊണ്ടും തീരുന്നില്ല. അടുത്ത വാക്ക് ഇങ്ങനെയായിരുന്നു നമ്മൾ ചിന്തിച്ചത്. Did you remember the Greek word logikos? Calculating. Logarithm, logic, all those words came from that Greek root, logikos. ആ സെയിം വേർഡാണ് അവിടെ ഉപയോഗിച്ചേക്കുന്നത്. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി, ദാറ്റ് റാഷണൽ വർഷിപ്പ്. ദ വേർഡ് ലോജിക്കോസ് എന്താ അർത്ഥമാക്കുന്നതെന്ന് അറിയാമോ? When we came to the Lord, what are the things we gave up? I hope you are remembering. We all are
under the wrath of God. We all are going towards the hell, but by the mercies of the Lord, according to the plain language of chapter 12, verse 1, by the mercies of the Lord, God deliver us. We are calculating what are the things we gave up and what are the things added into our account. We are calculating those matters and living holy life and praising to God. That is living and holy sacrifice. That is called rational worship. 24 hours a day, 7 days a week, we are always in the altar. We are never leaving the sanctuary. സഭായോഗം കഴിഞ്ഞ് നമ്മൾ ഹോളിൽ നിന്ന് പോകുന്നു, but we are never leaving the sanctuary. അവിടെ കൊണ്ടും തീരുന്നില്ല. അങ്ങനെ പോകുന്ന ഒരുവൻ, verse 2, can you read again verse 2? Yeah. Then you will be able to test and approve God, what God's will is, his good, pleasing and perfect will. Praise the Lord. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഇങ്ങനെ ആ യാഗമായിട്ട് നമ്മൾ ജീവനുള്ള യാഗമായിട്ട് ഓൾട്ടറെ കിടക്കുക. ആ പ്രോസസ്സിങ്ങിലാണ് നമ്മുടെ ജീവിതം ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്. അതാണ് ആ വാക്യത്തിന്റെ അർത്ഥം. ഒരു ദൈവദാസൻ പറഞ്ഞത്, എൻ്റെ പ്രാക്ടിക്കൽ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു അംബ്രല്ലയാണ് ദീസ് 2 വേഴ്സസ്. ഏറ്റവും പ്രാധാന്യതയുള്ള 2 വാക്യം ഏതാണെന്ന് ചോദിച്ചാൽ ഈ വാക്യമാണ് നമ്മുടെ പ്രാക്ടിക്കൽ ക്രിസ്ത്യാനിറ്റിയിൽ. ഇതിന്റെ ബ്രാഞ്ചസ് ആണ് എവരിത്തിങ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ വാക്യം നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാൽ, വി ആർ ഓൺ ദ ഓൾട്ടർ എവറി ഡേ. വി ആർ ട്രാൻസ്ഫോമിങ് to the very image and likeness of Christ. That is the purpose of the gathering. നമ്മൾ ഇവിടെ കടന്നു വരുന്ന ആ ഗാദറിങ്ങിന്റെ ലക്ഷ്യം തന്നെ എന്താണെന്നറിയാമോ? നമ്മളെ തന്നെ രൂപാന്തരപ്പെടുത്തുക. ഓരോ ദിവസം കഴിയും തോറും നമ്മളെ തന്നെ രൂപാന്തരപ്പെടുത്തുക. Submitting our life to the Lord, submitting our life to the word of God. That is the foundation of Christianity. അത് ഒരു റാഡിക്കൽ ക്രിസ്ത്യാനിറ്റി അല്ല. ദാറ്റ് ഈസ് ദ വെരി ബേസിക് ഓഫ് ക്രിസ്ത്യാനിറ്റി. നോക്കൂ പ്രിയപ്പെട്ടവരെ, അങ്ങനെങ്കിൽ ഈ വാക്യം 12:2 ചില കാര്യങ്ങൾ ഞാൻ ഓടിച്ച് പറഞ്ഞു വിടാം. The goal of scripture is not merely information but transformation. ദൈവവചന ശുശ്രൂഷയുടെ ലക്ഷ്യം എന്നുള്ളത് കുറച്ച് അറിവ് സമ്പാദിക്കുക എന്ന് മാത്രമല്ല, വളരെ പരമപ്രധാനമായ ലക്ഷ്യം ജീവിത രൂപാന്തരമാണ്. Transformed life. In other words, it is not enough to learn the truth. We must also love and live the truth. ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു എന്നതല്ല, ആ പഠിച്ച കാര്യം അപ്ലൈ ചെയ്ത് ജീവിതത്തിൽ കൊണ്ടുവരണം. അതാണ് വേഴ്സ് 2. അങ്ങനെങ്കിൽ and so as we are in the word must be in us and be transforming us into the very image of Jesus Christ. And this transformed life that Paul addresses, verse 2, is we call sanctification or progressive sanctification. എന്താ പറഞ്ഞത് മനസ്സിലായോ? ചാപ്റ്റർ 12 വേഴ്സ് 1 and 2 ദൈവം ചെയ്ത എല്ലാ കാര്യവും പറഞ്ഞിട്ട് ദൈവവചനം നമ്മിൽ വസിക്കുമ്പോൾ നമ്മൾ അവന്റെ ആൾട്ടറിൽ എന്നേക്കുമായിട്ട് ജീവനുള്ള വിശുദ്ധയാഗമായി കിടക്കുകയാണ്. അങ്ങനെ ജീവനുള്ള വിശുദ്ധയാഗമായി കിടക്കുന്ന ആ പ്രോസസ്സിനെയാണ് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത് വിശുദ്ധീകരണം. അങ്ങനെ ഓൾട്ടറെ കിടക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഓരോ ദിവസം കഴിയും തോറും എൻ്റെ ക്യാരക്ടറിൽ ഉണ്ടാകുന്ന വ്യത്യാസം, എൻ്റെ റെസ്പോൺസിൽ ഉണ്ടാകുന്ന വ്യത്യാസം, എൻ്റെ പ്രതികരണത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം, എൻ്റെ ഇടപെടലിനകത്തുണ്ടാകുന്ന വ്യത്യാസം. കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് ഈ ആഴ്ച വന്നിട്ടും എൻ്റെ ചിന്താഗതിക്കോ എൻ്റെ ഇടപാടിനോ ദൈവവുമായിട്ടോ കൂട്ടു സഹോദരങ്ങളായിട്ടുള്ള ബന്ധത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ലെങ്കിൽ we are not on the altar.
പ്രൈസ് ദി ലോർഡ്. അങ്ങനല്ലേ? ഞാൻ ആ വാക്യത്തിനകത്ത് ഒന്നും മിക്സ് ചെയ്തില്ലല്ലോ. അങ്ങനല്ലേ ആ വാക്യത്തിന്റെ അർത്ഥം? ഹോളിനെസ്, ഹോളി ലൈഫ് സ്റ്റൈൽ ലിവിങ് ആൻഡ് ഹോളി സാക്രിഫൈസ്. പ്രൈസ് ലോർഡ്. നമുക്ക് എൻ്റെ ലാംഗ്വേജിന്റെ പരിമിതി കൊണ്ടാണ് എനിക്ക് എല്ലാം ഒന്നും പറയാനായിട്ട് കഴിയുന്നില്ല. ഈ മലാഖായി ചാപ്റ്റർ 1 വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഈ വിശുദ്ധമല്ലാതെ അൺഅക്സെപ്റ്റഡ് ആയിട്ടുള്ള ഓഫറിങ് കൊടുത്തപ്പോൾ ദൈവം പറയുക, ആരെങ്കിലും ആ ടെമ്പിളിന്റെ ഡോർ ഒന്ന് ഈസ് എനിബഡി ദെയർ ടു ക്ലോസ് ദ ഡോർ ഓഫ് ദ ടെമ്പിൾ? ഐ ആം നോട്ട് പ്ലീസിങ് ദെയർ സാക്രിഫൈസ്. വായിക്കുന്നില്ലേ ചാപ്റ്റർ 1? അങ്ങനെങ്കിൽ വിശുദ്ധമല്ലാത്ത യാഗമർപ്പിക്കുന്ന ഹോളിനെ നോക്കി തമ്പുരാൻ ആ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ പറയുക, ഐ ആം നോട്ട് പ്ലീസിങ് that same God. No difference in character. He is holy, ultimately holy God. He still say, please close the door. I am not pleasing their offering. മനസ്സിലായെന്ന് വിചാരിച്ചോട്ടെ. ദൈവത്തിന് സ്തോത്രം. I will, if God willing, I will explain the coming days, Malachi chapter 1. നോക്കൂ, അങ്ങനെങ്കിൽ ഇവിടെ ഇങ്ങനെ ഓൾട്ടറെ കിടക്കുമ്പോഴാണ് ഒരു പ്രോഗ്രസീവ് സാന്റിഫിക്കേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഞാനൊരു കാര്യം വായിച്ച് കേൾപ്പിക്കാം. വി പ്രോഗ്രസീവ്ലി becoming less and less of what we once were and becoming more and more of what we are becoming, which is becoming like Jesus. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഈ ഓൾട്ടറെ നമ്മൾ ഇങ്ങനെ ജീവിതം യാഗമായി ഏൽപ്പിച്ച് താമസിക്കുമ്പോൾ പഴയ മനുഷ്യനിൽ നിന്ന് നമ്മൾ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് കർത്താവിലേക്ക് വരികയാണ്. അങ്ങനെ കർത്താവിലേക്ക് വരുമ്പോൾ അവനിലേക്ക് നടന്ന് 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 നാം അവനെ പോലെയാകുകയാണ്. ദിസ് ഈസ് കോൾഡ് ട്രാൻസ്ഫോംഡ് ലൈഫ് ഇൻ ക്രിസ്ത്യാനിറ്റി. കുഞ്ഞുങ്ങളെ, ഐ ഹോപ്പ് you can follow my language, right? It's okay? Praise the Lord. വേറെ ഒന്നും കർത്താവിന് പ്രസാദമല്ല. ഇതാണ് കർത്താവിന് പ്രസാദം. Offer our bodies as a living sacrifice to the Lord. ലേണിംഗ് മാത്രമല്ല, put it into practice. I will give 3 subheading to explain verse 12 verse 2. Very simple 3 subheading. Please remember that 3. I hope you are remembering the 4 subheading of verse 12 verse 1. That chapter 12 verse 2, I will give you 3 small subheading. The first one is the insulation. Insulation in Malayalam, കവചം. കവചം എന്ന് പറഞ്ഞാൽ അത്ര ശരിയാകത്തില്ല. ബട്ട് that word is very simple to understand in English. Insulation. When we read the very first word, and do not be conformed to this world, that particular sentence, I derive this word insulation. എന്ന് പറഞ്ഞാൽ ലോകത്തോട് അനുരൂപരാകരുത്, but be transformed. ഞാൻ അങ്ങോട്ടേക്ക് വരാം. അങ്ങനെങ്കിൽ ഇങ്ങനെ അങ്ങ് പറയാം, we are to live in insulation from the world's value system. I hope you understood the meaning of that word, insulation. പ്രിയപ്പെട്ടവരെ, അങ്ങനെങ്കിൽ ലോകത്തിന്റെ ഒരു കാലഗതിയുണ്ട്, ലോകത്തിന്റെ ഒരു ചിന്താഗതിയുണ്ട്, ലോകം മൂല്യം കൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. We should be insulated from the value of the worldly system. പോളിന്റെ ജീവിതം ഫിലിപ്പിയൻ സ്ത്രീ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. We are to be insulated from the world, but not isolated from the world. We cannot be isolated from the world. യേശു കർത്താവ് പ്രാർത്ഥിക്കാൻ നേരത്ത് ജോൺ 17, എൻ്റെ മനസ്സിൽ ഇപ്പോൾ വന്ന വാക്യമാണ്, അതുകൊണ്ട് പ്രിപ്പയർഡ് അല്ല, ഓർമ്മയില്ല. ജോൺ 17 ദുഷ്ടങ്കൽ നിന്നിവരെ keep from my disciples and my believers from evil. What did it mean? ദൈവത്തിന് വേറൊരു സ്പേസ് ഉണ്ടാക്കി വിശുദ്ധന്മാരെ എല്ലാം മാറ്റിയാൽ മതിയായിരുന്നല്ലോ? No, God has not that kind of project. Our God's ultimate desire is we must be insulated from the world.
The worldly system, worldly behavior. If we go to college, if we go to work, if we mix with our students or mix with our friends or colleagues, must be insulated from their value system. Do not be conformed to the world. Praise the Lord. ഇവിടെ നമുക്കറിയാം ഈ വേൾഡ് ഡു നോട്ട് ബി കൺഫോംഡ് എന്ന് പറഞ്ഞാൽ ഇൻ ദ സെൻസ് വി ആർ ടു ബി ഇൻ ദ വേൾഡ് ബട്ട് നോട്ട് ഓഫ് ദ വേൾഡ്. നമ്മൾ ലോകത്തിലാണ് താമസിക്കുന്നത്, പക്ഷേ ലോകത്തിൻ്റെതല്ല. ഒരു സിമ്പിൾ എക്സാമ്പിൾ നമ്മൾ സാറിന് പറയത്തില്ലേ, വി ആർ ടു ഹാവ് അവർ ബോട്ട് ഇൻ ദ വാട്ടർ ബട്ട് ദർ ഈസ് ടു ബി നോ വാട്ടർ ഇൻ ദ ബോട്ട്. അതാണ് ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ. വള്ളം വെള്ളത്തിൽ കൂടെ മാത്രമേ പോകത്തുള്ളൂ, പക്ഷേ നോ വാട്ടർ ഇൻ ദ ബോട്ട്. ഇതിനകത്ത് വെള്ളം എന്ത് ചെയ്യരുത്, കാണരുത്. താണു പോകാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ആസ് വി ലീവ് അവർ ക്രിസ്ത്യൻ ലൈഫ്സ്, we must insulate ourselves from the world pressures. And Paul says, and do not be conformed to this world. That could be rephrased, do not be skewed in the mold of this world. മനസ്സിലായോ പറഞ്ഞതിന്റെ അർത്ഥം? ലോകത്തോട് അനുരൂപരാകരുതെന്ന് പറഞ്ഞാൽ do not be skewed with the mold of this worldly system. ഈ വാക്യത്തിന് ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ആ കോണ്ടെക്സ്റ്റ് ഇതാണ്. നിങ്ങൾ എൻ്റയർ ബൈബിളിന്റെ ജോഗ്രഫി ചിന്തിച്ചാൽ അന്നത്തെ ഏറ്റവും മൾട്ടി കൾച്ചറൽ സിറ്റി ഏതാ? റോം. ഞാനൊരു റോമ സിറ്റിസൺ ആണെന്ന് പറയുന്നതിൽ അഭിമാനമാണ്. ഏത് മനുഷ്യന്റെ ആഗ്രഹമായിരുന്നു അന്ന് വൺസ് ജസ്റ്റ് വിസിറ്റഡ് റോം? ഏത് മനുഷ്യന്റെയും പാഷനായിരുന്നു റോം ഒന്ന് കാണുക. നോക്കിയേ, അങ്ങനെങ്കിൽ പോൾ ഈ ലേഖനം എഴുതുമ്പോൾ ലോകത്തോട് സ്ക്യൂസ്ഡ് ആകാനായിട്ടുള്ള, ഇഴുകിച്ചേരാനായിട്ടുള്ള, മിങ്കിളാകാനായിട്ടുള്ള all the possibilities those who are in the church at Rome, right? അവരോടാ പോൾ പറയുന്നത്, do not be conformed but be transformed. ഒരു എന്താ പറയുക, ഒരു ചെറിയ ഒരു ഗ്രാമത്തിലുള്ള ചർച്ചിനോടാ ഇത് പറയുന്നെങ്കിൽ അത്രയൊരു റെലവൻസ് വായനയിൽ കിട്ടുകയില്ല. ബട്ട് പോൾ ഈസ് ടോക്കിംഗ് to who are living in the multicultural city. They have all possibility to mix the culture of Rome, mix with the value system of Rome. Paul is saying that should be insulated. അങ്ങനെങ്കിൽ അമേരിക്കയിൽ താമസിക്കുന്ന എന്നോടും കർത്താവിന് പറയാനായിട്ടുള്ളത് should be insulated. സിയാറ്റിൽ താമസിക്കുന്ന നിങ്ങളോടും കർത്താവിന് പറയാനായിട്ടുള്ളത് should be insulated. Never എന്താ പറയുക, ഒരിക്കലും never give any value to the worldly system. കർത്താവ് എങ്ങനെ ലോകത്തെ കണ്ടേ, പോൾ എങ്ങനെ ലോകത്തെ കണ്ടേ, അതായിരിക്കണം നമ്മുടെയും ആറ്റിറ്റ്യൂഡ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെങ്കിൽ do not be pressed into the shape of this evil world system. What is the meaning of this world? What is the meaning of that word there? That is not talking about the people. That is talking about the worldly evil system. I will explain that. അവിടെ പറയുന്ന ആ ലോകം എന്നുള്ളത് മനുഷ്യന്റെ കാര്യമല്ല. നമ്മളോട് പറഞ്ഞിട്ടില്ലേ, ബൈവേയിലും ഹൈവേയിലും ഒക്കെ പോകണം, കർത്താവിനെ പറ്റി പറയണം, മറ്റുള്ളവരെ സ്നേഹിക്കണം, ലവ് യുവർ നെയ്ബർ, ഹെൽപ്പ് ദോസ് ഹു ആർ ഇൻ നീഡ്. വി ഹാവ് മെനി കമാൻഡ്മെന്റ്സ്. ദ world doesn't mean that people group, rather that world is pointing the evil system of this particular age. അവിടെ നിന്നാണ് നാം ഇൻസുലേറ്റഡ് ആകേണ്ടത്. നോക്കിയേ, അങ്ങനെങ്കിൽ ആ വാക്കിന്റെ അർത്ഥം ഞാൻ ഇങ്ങനെ അങ്ങ് പറയാം. The world is not referring to the planet that we live. The world here referring
to the evil world system that is all around us. It is the world thinking. It is the world values. It is the world agenda. It is the world perspective. It is the world mindset in which everything revolves around man, and the world system could be അല്ലെങ്കിൽ ഇതിൽ നിന്നാണ് നാം ഇൻസുലേറ്റഡ് ആകേണ്ടത്. മനസ്സിലായി എന്ന് വിചാരിച്ചോട്ടെ. മനുഷ്യന്റെ വാല്യൂ സിസ്റ്റം, ലോകത്തിന്റെ പോക്ക്. എഫെസ്യ ലേഖനത്തിലേക്ക് ഞാൻ വരാം. ഈ കാലഗതി പോള് റോമിൽ എല്ലാ കാര്യത്തോടും ഇഴുകിച്ചേരാൻ സാധ്യതയുള്ളവരോടാണ് പറയുന്നത്. ഇഴുകിച്ചേരരുത്, അവരിൽ നിന്ന് നിങ്ങൾ പ്രസ്സായി പോകരുത്, അവരെ നിങ്ങളെ ഒരിക്കലും ഒതുക്കിക്കളയരുത്. ഷുഡ് ബി ഇൻസുലേറ്റഡ്. അല്ലെങ്കിൽ ലിവിങ് ആൻഡ് ഹോളി സാക്രിഫൈസ് ആയിട്ട് ആഴ്ചയിൽ 7 ദിവസം ജീവിക്കാനായിട്ട് കഴിയത്തില്ല. ദൈവത്തിന് നമ്മിൽ പ്രസാദവും ഉണ്ടാകത്തില്ല. അങ്ങനെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിനെല്ലാം അർത്ഥത്തിൽ വേണം ആ ദൈവം ആഗ്രഹിക്കുന്ന ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാൻ. പ്രൈസ് ലോർഡ്. നോക്കൂ, അങ്ങനെങ്കിൽ ഞാൻ ഇതിനെ മറ്റൊരു നിലയിൽ പറയാം. ദ വേൾഡ്, ദ മീനിങ്. നമുക്ക് എല്ലാവർക്കും I hope you all knows the verse 11:36. For from him, through him, and to him are all things. To him be the glory forever. അങ്ങനെങ്കിൽ നമുക്ക് അത് ദൈവമാണ് എല്ലാം ചെയ്തതെന്ന അർത്ഥത്തിലാണ്. അങ്ങനെങ്കിൽ വേൾഡ് എന്നതിന് ഞാനൊരു റീഫ്രൈസ്ഡ് ആയിട്ട് ആ വാക്യത്തെ ഇങ്ങനെ ഒന്ന് കൊണ്ടുവരാം. ഈ വേൾഡ് മനസ്സിലാക്കാൻ ഇങ്ങനെ ഞാൻ എൻ്റെ ബുക്കിനകത്ത് എഴുതി വെച്ചേക്കുന്നത് ഇങ്ങനെയാണ്: ഫോർ ഫ്രം മാൻ and through man and to man are all things. To man be the glory forever. That is worldly system. We should be insulated, not isolated, insulated. സകലവും മനുഷ്യനാലും മനുഷ്യനിൽ നിന്നും മനുഷ്യനാലും മനുഷ്യനിലേക്കും ആകുന്നു. എല്ലാത്തിൻ്റെയും മഹത്വവും അവനുള്ളത്. That is worldly evil system. We should be insulated. അങ്ങനെ പ്രിയപ്പെട്ടവരെ, കോളേജിൽ പോകുമ്പം പഠിക്കാൻ പോകുമ്പോഴെല്ലാം നമ്മൾ always remember that we are never leaving the sanctuary 24 hours a day. We are always in the altar. നമ്മൾ കോളേജിൽ പോകുമ്പോഴും while we are attending exam or talking to the students or the friends, always we are in the sanctuary. That particular thought help us to lead a holy life in the evil world. Praise the Lord. അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ തന്നെ വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് കഴിയും. അല്ലെങ്കിൽ വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് കഴിയത്തില്ല. പേരൻസ് ഇല്ലെങ്കിൽ we will go our own way. But always remember that we are always in the living. We are always in the sanctuary. We are not leaving the sanctuary. ദൈവത്തിന് സ്തോത്രം. ഈ വേൾഡ് റെഫർ ചെയ്യുന്ന കാര്യം ഞാൻ ഈ പുസ്തകത്തിലെ മറ്റു വാക്യങ്ങളിലൂടെ നോക്കിയപ്പോൾ it refers to godless ideologies. The world refers to religious superstitions. The world refers to shameful morals. അവിടെ നിന്നാണ് നമ്മൾ ഇൻസുലേറ്റഡ് ആവേണ്ടത്. അങ്ങനെങ്കിൽ നിങ്ങൾ ആ വാക്യം വായിച്ചു നോക്കിയേ. ഈ ലോകത്തിന് അനുരൂപരാകാതെ, ഈ ലോകത്തിന്റെ ഒന്നിനാലും നമ്മൾ ഇങ്ങനെ ഇഴുകി ചേർന്ന് പോകാതെ, യാഗപീഠത്തിന്റെ മേക്കിടക്കുന്ന ഒരുവന്റെ ഏറ്റവും വലിയ ആഗ്രഹം തമ്പുരാൻ ഈ യാഗത്തിൽ പ്രസാദിക്കണമെന്നാണ്. തമ്പുരാൻ ആ യാഗത്തിൽ പ്രസാദിക്കണമെങ്കിൽ ഹോളി ആൻഡ് ലിവിങ് സാക്രിഫൈസ് ആണെങ്കിൽ മാത്രമേ ദൈവമായ യാഗത്തിൽ പ്രസാദിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ തമ്പുരാൻ പറയും, ആലയത്തിന്റെ ഡോറ് ആരെങ്കിലും ഒന്ന് അടച്ചു കളഞ്ഞാൽ മതിയായിരുന്നു. ചട്ടുള്ളതിനെയും പൊട്ടുള്ളതിനെയും എനിക്ക് വേണ്ട. ലിവിങ് ആൻഡ് ഹോളി സാക്രിഫൈസ് അല്ലെങ്കിൽ ചട്ടുള്ള, കണ്ണില്ലാത്ത, കാതില്ലാത്ത മൃഗത്തെ അർപ്പിക്കുന്നതിനോടാണ് മലാക്കി പറഞ്ഞിരിക്കുന്നതെങ്കിൽ always remember our ultimate aim is to please God. Praise the Lord. നമ്മുടെ past life, once we were a part of this world, the world system that is governed and controlled by Satan himself, who is the god of this age and the prince of this world. അവരോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. ഇൻസുലേറ്റഡ്.
He is over the world of education, right? He is over the world of universities. He is over the world of music. In the world, he is over the world of politics and all the aspect of this earth. We Christians always remember that our enemy is Satan. He is controlling the evil world system. He is controlling wherever we are going. He is controlling everything. But remember that you and I are the kingdom of God. We are living sanctuaries. അതുകൊണ്ട് never mix with that kind of thought or that kind of ideologies. Always insulated and pleasing God. That should be our aim. Praise the Lord. പ്രിയപ്പെട്ടവരെ, അങ്ങനെങ്കിൽ പൗലോസ് ഇവിടെ പറയുന്നത്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ, Paul is saying to the saints at Rome, we can imagine the pressures that they were feeling to be excused in the values of Roman Empire. അവരോട് അപ്പോൾ പറയുന്നത് should be insulated. ഈ ലോകത്തോട് അനുരൂപരാകരുത്. ഞാൻ ചോദിക്കട്ടെ, അന്ന് റോമിൽ താമസിക്കുന്നവരോട് അങ്ങനെ പറയാമെങ്കിൽ, അവര് വിശുദ്ധിയോടെ അവരെ വിശുദ്ധന്മാരെന്ന് പൗലോസ് വിളിച്ചെങ്കിൽ അവര് വിശുദ്ധന്മാരായിരുന്നു എന്നതിന്റെ ഒരു തെളിവ് ഞാൻ പറയാം. ഇത്രയും റിച്ച് ആയിട്ടുള്ള ഡോക്ട്രിൻ പറഞ്ഞ ഏത് സഭയുണ്ട് ബൈബിളിൽ? ഇത്രയും ഗൗരവമായിട്ട് there is no church in the entire Bible like the church at Rome. അത്രയ്ക്ക് ഹൈലി ഡോക്ട്രിനാണ് പോള് പറഞ്ഞത്. എന്തുകൊണ്ടാ അവരത്? why that doctrine they received? They are mature Christians. Praise the Lord. They were mature Christians. പോൾ അവരോട് പറയുകയാണ്, ഒത്തിരി സാധ്യതകളുണ്ട് റോമിന്റെ സിസ്റ്റത്തിലോട് ചേർന്ന് പോകാനായിട്ട്, അതിനോട് ഇഴുകിച്ചേരാനായിട്ട് ഒത്തിരി വഴിയുണ്ട്. But remember that, do not conform to this evil world system. Insulated. We cannot be isolated, but we have to be insulated. കരമുയർത്തി കർത്താവിന് ഒരു സ്തോത്രം പറയാമോ? ഇതാണ് ദൈവം പ്രസാദിക്കുന്ന യാഗം. Praise the Lord. ഇനി ഈ വാക്യത്തിന്റെ വിശദീകരണം ഫസ്റ്റ് ജോണിലേക്ക് ഒന്ന് വന്നേ. ഫസ്റ്റ് ജോൺ chapter 2 verse 15 ഒന്ന് നോക്കിയേ. First John 10 with me too. First John chapter 2 verse 15. Do not love the world or anything in the world. If anyone loves the world, love for the Father is not in them. മതി. നമ്മൾ 2:15 വായിച്ച വാക്യം നിങ്ങൾ കണ്ടല്ലോ. 15 to 17 നമുക്കൊന്ന് നോക്കണം സമയമുണ്ടെങ്കിൽ. ഇവിടെ നമ്മൾ ട്രാൻസ്ഫോംഡ് ലൈഫിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. രൂപാന്തരപ്പെട്ട ജീവിതം, അത് ഓൾട്ടറിലാണ് നമ്മൾ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും എപ്പോഴും നമ്മൾ ഓൾട്ടറിലാണ്. അങ്ങനെയെങ്കിൽ we need to remind that there is a love that God hates. Did you see verse 15? There is a love that God hates, but it's our responsibility, and there is a love that you and I need to be hate. I think no need of further explanation. Very clear. Chapter 2 verse 15. ഇങ്ങനെ വായിക്കും, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ദൈവ ഹേറ്റ് ചെയ്യുന്ന ഒരു സ്നേഹമാണ് ലോക സ്നേഹമെങ്കിൽ you and I should be hate, insulated. Praise the Lord. We must not love the world. It means the worldly system that is under the control of Satan, the invisible spiritual realm of evil that is governed by the God of this age. And God, നോക്കൂ, അങ്ങനെ അധികം ഞാൻ പറയാതെ, അതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് the God of this age.
പക്ഷെ അതിൻ്റെ നടുവിലാണ് ഞാൻ നിങ്ങളും ആക്കിയേക്കുന്നത്. God has no other plan to set apart all the believers into another planet and made another planet for them. God has no plan. Jesus prayed, Lord, kept them among that evil people. അങ്ങനെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ട്രാൻസ്ഫോംഡ് ലൈഫിൽ ഒന്നാമത്തേത്, ലോകത്തിൽ നിന്ന് എല്ലായിടങ്ങളിലും നമുക്കൊരു കവചം ഉണ്ടായിരിക്കണം. നമ്മൾ ഈ വാക്യത്തിൽ വായിച്ചത്, ദൈവം വെറുക്കുന്നൊരു സ്നേഹമുണ്ട്. ഞാനും നിങ്ങളും ആ സ്നേഹത്തെ, അല്ലെങ്കിൽ ദൈവം വെറുക്കുന്നതിനെ we need to hate. Praise the Lord. അല്ലാതൊരു ഓപ്ഷനും നമ്മുടെ മുന്നിലില്ല. ഇവിടുത്തെ ആ വാക്യം ജോൺ പറയുകയാണ്, do not love the world nor the things in the world. ഇച്ചിരി പ്രയാസം അല്ലേ, ഈ ലോകത്തിലുള്ള ഒന്നിനെയും ഡിഫിക്കൽട്ട്. അങ്ങനെങ്കിൽ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ്? സിമ്പിൾ മീനിങ്, do not live for the stuff that is in the world. That is the meaning. ലോകത്തെ സ്നേഹിക്കരുത്, ലോകത്തിലുള്ള യാതൊന്നിനെയും സ്നേഹിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം ഈ ലോകത്തിന്റെ സ്റ്റഫിന് വേണ്ടി ആകരുത്. ദാറ്റ് ഈസ് ദ മീനിങ്. പ്രൈസ് ദി ലോർഡ്. അത് നമുക്ക് ഈ ഹെൽത്ത് വെൽത്ത് ഗോസ്പലുകാർക്കൊന്നും പിടിക്കുകയല്ലായിരിക്കും, അല്ലയോ? അത് കേൾക്കുമ്പോഴല്ലേ നമുക്ക് ഒത്തിരി ആത്മീയത. ഞാൻ എല്ലാവരോടും ചോദിക്കാറുണ്ട്, can you show me one single verse from plain epistle to justify your theology? Not even a single verse in the entire scripture. ഇതെല്ലാം പുൾപിറ്റിൽ നിന്ന് പറയുമ്പോൾ നമുക്കൊരാവേശമാണ്. ഇവിടെ സ്നേഹത്തിന്റെ അപ്പോസ്തലനായ യോഹന്നാൻ പറയുകയാണ്, ഡു നോട്ട് ലവ് ദ വേൾഡ്. എന്നിട്ട് ആവർത്തിക്കുകയാണ്, ഡു നോട്ട് ലവ് ദ വേൾഡ് നോർ the things in the world. Simple means do not live for the stuff that is in the world. Praise the Lord. Insulation. അവിടെ കൊണ്ടും തീരുന്നില്ല. There is nothing wrong with having things. ഒരു ദിവസം പറഞ്ഞതാണ്, what is wrong is for things to have you. നമുക്ക് നന്മയുള്ളതോ പണമുള്ളതോ ഒന്നും കർത്താവിന് പ്രശ്നമല്ല. പക്ഷേ പണം നമുക്കായിരിക്കണം, പണത്തിന് നമ്മെ ആകരുത്. മനസ്സിലായെന്ന് വിചാരിച്ചോട്ടെ. ലോകത്തിലെ കാര്യങ്ങളുള്ളത് നല്ലതാണ്, പക്ഷേ ഒരു ദിവസം പറഞ്ഞത്, ദൈവം നമ്മളെ അതിന്റെ സ്റ്റിവാർഡാക്കിയേക്കാണ്. അങ്ങനെങ്കിൽ ഒരു തുറന്ന കയ്യിൽ അത് പിടിക്കാനായിട്ട് തയ്യാറാകണം. ഡു നോട്ട് ലവ് ദ വേൾഡ് നോർ ദ തിങ്സ് ഓഫ് ദ വേൾഡ്. there is a love that God hates. You and I should be hate. Praise the Lord. നോക്കിയേ, അങ്ങനെങ്കിൽ ഈ ലോകത്തോട് അനുരൂപരാകരുത് എന്ന് പറയുന്നതിന്റെ എക്സ്പ്ലനേഷൻ ആണ് യോഹന്നാൻ പറഞ്ഞേക്കുന്നത്. ലോകത്തെ സ്നേഹിക്കരുത്, ലോകത്തിലുള്ള സ്റ്റഫിന് വേണ്ടി ജീവിതം കളയരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നമുക്ക് ജോലി ചെയ്യാം, നന്മയുണ്ടാക്കാം, എത്ര വേണേലും സമ്പാദിക്കാം. പക്ഷെ ഓൾവേസ് റിമെമ്പർ ദാറ്റ് we are the steward of all the possessions that we have. He is the owner. That is lordship of Christ. That is what Bible says. രാമൻ പറയാമോ? എൻ്റെ ഉപദേശി ഒരു ഉണർവില്ലാത്ത പ്രസംഗം അല്ലേ? ഹല്ലേലൂയ. റോമൻസ് 12:2. നമ്മൾ നോക്കിയേ, അന്ന് റോമിലെ പട്ടണത്തിൽ എല്ലാ സുഖ സൗകര്യത്തോടും ജീവിച്ചുകൊണ്ടിരുന്ന, ഏറ്റവും ആർഭാടമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന, ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന അന്നത്തെ ആളുകളോടാണ് പറഞ്ഞത്, ഡു നോട്ട് കൺഫോംഡ് ടു ദ ഈവിൾ വേൾഡ്ലി സിസ്റ്റം. അങ്ങനെങ്കിൽ ആ സന്ദേശം എന്നോടും ഷാർപ്പായിട്ട് പറയുകയാണ്, ലോകത്തെ സ്നേഹിക്കരുത്, ലോകത്തെ സ്നേഹിക്കരുത്. ഇവിടെ ഈ ലോകത്തിലുള്ളതിനെ എന്നതിന് ഞാൻ അത് ഒരു ചെറിയ നിർവചനം കൂടെ പറഞ്ഞാൽ, I want to say again, there is nothing wrong in having possessions. What is wrong is for possession to have a death grip on our heart. അങ്ങനെ എപ്പോഴും നമ്മളെ പിടിക്കുന്നെങ്കിൽ ഓർത്തോണം, നമ്മുടെ വഴി ശരിയല്ല. തമ്പുരാൻ നമ്മിൽ നിന്ന് അകലെയാണ്. നമ്മൾ ലോകത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, നമ്മൾ ലോകത്തിന്റെ അടിമയാണ്. അത് നമ്മളെ ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞ് സ്ക്യൂസ് ചെയ്തേക്കുകയാണ്. കർത്താവ് പറയുകയാണ്, അപ്പോളിലൂടെ ലോകത്തോട് അനുരൂപർ
ആകരുത്. നിങ്ങൾ ആ വാക്യങ്ങൾ താഴോട്ട് വായിച്ചാൽ വളരെ ജഡമോഹം, ഞാൻ അത് വിവരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. വേഴ്സ് 17 ഇങ്ങനെയാണ് വായിക്കുന്നത്: The world is passing away and also it lust, but one who does the will of God lives forever. എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ? What is the will of God? Back to Romans chapter 12 verse 2. Living on the altar, submitting our life as a living and holy sacrifice unto God before the altar of God. That is the will of God. If we are living in such a life every day, then we have a further hope, our Lord's return and the eternity. അതില്ലെങ്കിൽ ഈ ഹോപ്പ് നമുക്കില്ല എന്ന് യോഹന്നാനും പൗലോസ് അപ്പോസ്തലനും ഒരു മായം ചേർക്കാതെ നേരിട്ട് പറഞ്ഞേക്കാണ്. Not even a single metaphor John used. Very clearly he explained everything with 3 words. Praise the Lord. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് തൽക്കാലം അങ്ങ് നിർത്താം. ഇവിടെ ഈ വേൾഡ്ലി സിസ്റ്റം നമ്മൾ ഇൻസുലേറ്റഡ് ആകണം എന്നതിന് യാക്കോബ് പറയുന്ന ഒരു കാര്യമുണ്ട്. വെരി സ്ട്രോങ്, വെരി സ്ട്രോങ്. For me that verse is very shocking. For me that verse is very shocking. I hope നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും. 4 verse 4. Can you read verse 4? Chapter 4 verse 4. Against God. Therefore, anyone who enough. യാക്കോബ് പറയുക, നിങ്ങൾ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയേ. വ്യഭിചാരിണികളായുള്ളവ, യു അഡൾട്ടറസ്. അതിനേക്കാൾ കൂടുതലൊരു വേർഡ് എന്തിനാ ഉപയോഗിക്കുക? ദാറ്റ് ഈസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ഫിസിക്കൽ അഡൾട്ടറി, ദാറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് സ്പിരിച്വൽ അഡൾട്ടറി. എത്ര സ്ട്രോങ് ആയിട്ടാണ് ലോകത്തെ സ്നേഹിക്കുന്നവനെ ബൈബിള് വിളിച്ചേക്കുക, വ്യഭിചാരിണികളായുള്ളവരെ. അതാ ഞാൻ പറഞ്ഞ മോസ്റ്റ് ഷോക്കിംഗ് വേർഡ്, അഡൾട്ടറസ്, വ്യഭിചാരിണികളായുള്ളവേ. നമ്മുടെ ഹൃദയത്തിൽ തന്നെ ചിന്തിച്ചു നോക്കിയേ, ഏത് കാര്യത്തോടാ നമുക്ക് താല്പര്യം? കർത്താവിനോടാണോ ലോകത്തോടാണോ? തിങ്സ് നമ്മളെ പൊസസ് ചെയ്തേക്കുകയാണോ അതോ നമ്മളാണോ അതിനെ നിയന്ത്രിക്കുന്നേ? പ്രൈസ് ലോർഡ്. അങ്ങനെങ്കിൽ വാട്ട് ബൈബിൾ, if we are not following the pattern of the scripture is calling you and me, you adulterous. ആ വാക്യത്തിനകത്ത് ഒരു ഫ്രേസ് ഇംഗ്ലീഷിൽ മനോഹരമായിട്ടുണ്ട്. ഡു യു നോട്ട്, ആ വാക്യം എങ്ങനെ അവിടെ നമ്മൾ വായിക്കുന്നത്? 4-ാം വാക്യം, 4:4. Don't you know that the French... Don't you know? What is the meaning? You should know. That is, I always say in that word, this is Christianity 101. We all knows. Don't you know that love in the world is enmity with God? Bible വിളിക്കുക, you adulterous. ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ പറയാം. This is a hard fitting verse, right? ഉള്ളിൽ ആത്മാവുള്ളവന്റെ ഹൃദയത്തിൽ ഇടിക്കും ഈ വാക്യം. എന്നെ നിങ്ങളെയും കർത്താവ് ഒരാഴ്ച എത്ര വട്ടം ഇങ്ങനെ വിളിക്കുന്നുണ്ടാവും? ആത്മീയ കാര്യത്തിന് പ്രാധാന്യത കൊടുക്കാതെ വിശ്വാസി എന്ന് പേരുകൊണ്ട് പറയുകയും, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമില്ലേ, ദൈവത്തോട് അടുക്കാൻ മനസ്സില്ലെങ്കിൽ വഴിയെ നടന്നോണം, ദൈവത്തോട് അടുത്ത് കഴിഞ്ഞാൽ വിശുദ്ധനായിക്കോണം. അനന്യാസ് സഫീറ എല്ലാം കൊടുത്തോ? ഇല്ല, 95% കൊടുത്തു. പക്ഷെ ചത്തുപോയി. ഒന്നും കൊടുക്കാത്തവൻ യെരൂശലേമിലൂടെ സുഖമായിട്ട് നടക്കുകയാണ്. ഒരു കർത്താവിദാസൻ പറഞ്ഞതാണ്, ദൈവത്തോട് അടുക്കാൻ മനസ്സുണ്ടെങ്കിൽ നേരെ നടന്നോണം, വിശുദ്ധിയോടെ നടന്നോണം, വേർപാടോടെ നടന്നോണം, അല്ലെങ്കിൽ നീ വഴിയെ നടന്നോണം, നിനക്കുള്ളത് വെച്ചിട്ടുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ hard hitting verse. James begins this way, you adulterous. He is not talking about anything worldly. He is talking about our spiritual life. James is talking about those who have made I will explain simply what is the interpretation of that verse. Listen to me very carefully. James is explaining those who have made a covenant with God to serve God and to love God, but you have broken as you will your marriage vows.
and you have gone after other lovers. This is ഇവരെയാണ് ജെയിംസ് വിളിക്കുന്നത് യു അഡൾട്ടറസ് എന്ന് പറഞ്ഞാൽ, രക്ഷയിലേക്ക് ഞാൻ വന്നപ്പോൾ, കർത്താവിനെ കൊണ്ടുവന്നപ്പോൾ, I made a vow, the entire life I will be on the altar. I will be a living sacrifice. എന്നേക്കും ഞാൻ നിനക്ക് യാഗമായിരിക്കും. പക്ഷേ നമ്മൾ ലോകത്തിന്റെ പുറകെ പോയാൽ കർത്താവ് നമ്മളെ വിളിക്കുകയാണ്, വ്യഭിചാരിണികളായുള്ളവേ, നിങ്ങൾ ഇത് അറിയുന്നില്ലയോ? ഡു യു നോട്ട് നോ? അതിന്റെ അർത്ഥം നമ്മൾ ഇത് അറിയണം. വി ഷുഡ് നോ. പ്രൈസ് ദി ലോർഡ്. ഇതിന് നമുക്ക് ചേർക്കാവുന്ന ഒരു വാക്യം ഏതെന്നറിയാമോ? യാക്കോബിന്റെ ലേഖനത്തിൽ, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, യു ലോസ്റ്റ് യുവർ ഫസ്റ്റ് ലവ്. ആ ഫസ്റ്റ് ലവ് എന്നത് we cannot understand if you read that particular verse from Revelation, what is the meaning. But can you turn with me to Ephesians chapter 6, the final verse of that chapter, Ephesians chapter 6. There Paul is explaining what kind of love the church at Ephesus how once they were with the fellowship of Christ. Can you read the final verse? 24. Grace be with all those who love the Lord Jesus Christ with incorruptible love. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന. അങ്ങനെങ്കിൽ നിങ്ങൾ നോക്കിയേ, around AD 60s Paul wrote Ephesians. Around 90s John wrote book of Romans. Within the 30 years the major errors happened in the church at Ephesus. ഇവിടെ നമ്മൾ വായിക്കുന്നത് ദൈവത്തെ അക്ഷയമായി സ്നേഹിക്കുന്ന ഒരു സഭ. 30 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ വായിച്ച വാക്യം ഇങ്ങനെയല്ലായിരുന്നു വെളിപ്പാട് പുസ്തകത്തിനകത്തെ, യു ഹാവ് forsaken യുവർ ഫസ്റ്റ് ലവ്. അങ്ങനെങ്കിൽ കർത്താവ് ആ സഭയെ വിളിക്കുന്ന പേരെന്നാന്നറിയാമോ? യു അഡൾട്ടറസ്. എന്നെ കർത്താവ് ഇങ്ങനാണെങ്കിൽ എന്നെ വിളിക്കുന്ന അറിയാമോ? യു അഡൾട്ടറസ്. ദൈവത്തോട് മാര്യേജ് വൗ ചെയ്തിട്ട് ലോകത്തിന്റെ പിന്നാലെ പോകുന്ന റോമാക്കാരെയും കർത്താവ് വിളിക്കും. ഈ ജെയിംസ് ഈ ലേഖനം എഴുതുന്നു. ഡു യു നോ ഹി വാസ് ദ പാസ്റ്റർ ഓഫ് ദ ഫസ്റ്റ് ചർച്ച് അറ്റ് ജെറുസലേം. He is a half brother of Lord Jesus, including he is the pastor of great apostle Peter. അവരോടാ പറയുന്നത്, വ്യഭിചാരിണികളായുള്ളവേ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. My dear friends, my dear youngsters, we should be insulated. Do not conform to the evil world system. മതി, നമുക്ക് അടുത്ത ആഴ്ച രണ്ടാം ബാക്കി ചിന്തിക്കാം. മനസ്സിലായെന്ന് വിചാരിച്ചോട്ടെ. കേൾവിക്ക് അത്ര സുഖമില്ലായിരുന്നെങ്കിലും ഹാർട്ട് ഹിറ്റിംഗ് വേഴ്സസ്. ഇനി നിങ്ങൾ റോമൻസ് 11:36 പറഞ്ഞാൽ ഒന്ന് പറഞ്ഞു നോക്കിയേ. സകലതും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും ആകുന്നു. All glory to you alone, amen, forever. എന്നിട്ട് പ്രാക്ടിക്കൽ എന്നോട് പറഞ്ഞേക്കുക. അതുകൊണ്ട് ആ ടൈനി ബ്രിഡ്ജ് ഇട്ടിട്ട് there is a motivating factor. What was the motivating factor there? The mercies of the Lord. We have to present our bodies as a living and holy sacrifice on the altar of God. That is well pleasing worship of God. We have to calculate what are the mercies we are experiencing all throughout our life. On the basis God is demanding you and me that do not be, what we say, conformed to the worldly evil system. Rather be insulated from the evil worldly system. അങ്ങനെ ആകാത്തവരെ യാക്കോബ് വിളിക്കുക, you adulterous. Do you don't know that love is hate by God? ദൈവം ആ സ്നേഹത്തെ എന്ത് ചെയ്യുന്നു? വെറുക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും
നമ്മളോട് തന്നെ പറയണം, ഐ നോ ദർ ഇസ് എ ലവ് വിച്ച് ഗോഡ് ഹേറ്റ്, ഐ നീഡ് ടു ബി ഹേറ്റ്. അല്ലാത്ത യാഗവും അല്ലാത്ത പ്രസംഗവും അല്ലാത്ത പാട്ടും ദൈവത്തിന് വേണ്ട. സ്തോത്രം. എനിക്ക് അത്രയും ഈ 2 ലാംഗ്വേജുകളും കൈകാര്യം ചെയ്ത് പറയാനായിട്ട് കഴിയുന്നുള്ളൂ. കർത്താവ് സഹായിക്കട്ടെ. പ്ലീസ് ബി സ്റ്റാൻഡ്.